കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെ നമ്മൾ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വർഷത്തെ 2019 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം 2018 ഡിസ്കസ് ചെയ്യാം. 2018 പുതിയ സിലബസ് വന്നത്. അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള 2 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. 2 വർഷം മാത്രമേ എക്സാം നടന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾ മൂന്നാമത്തെ ഇയറുകാരാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷനും മുഴുവൻ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നമുക്ക് ടെലിഗ്രാം ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ മാക്സിമം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സിൻ്റെ 2019 ക്വസ്റ്റ്യനാണ്. ഓൾറെഡി നമ്മൾ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട്സിൻ്റെ 1 ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത ക്ലാസ് കണ്ടു നോക്കുക. നമുക്കിനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. ഇത് നമ്മൾ വീണ്ടും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും വരുമ്പോഴും എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാക്സിമം 4 വരി, അതിൽ കൂടാൻ പാടില്ല. 4 വരി മാത്രം എഴുതിയാൽ മതി. എത്ര എഴുതിയാലും 1 മാർക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്, ആ മീനിങ് എഴുതുക. ഡെഫിനേഷൻ ആണെങ്കിൽ ആ ഡെഫിനേഷൻ എഴുതുക. അത്രയും മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ കൃത്യമായിട്ട് ആ കാര്യം എഴുതാൻ അറിയാമെങ്കിൽ 4 വരികൾ മാത്രം മതി. ഇനി നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കൂടി കുറച്ച് എഴുതാവുന്നതാണ്. ഒരുപാട് വലിച്ചു വാരി 1/2 പേജൊന്നും എഴുതരുത്. 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫോക്കസ്ഡ് ലേണിംഗ് എന്നാണ്. അപ്പോൾ ഫോക്കസ്ഡ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റീഡിംഗ് ടെക്നിക്സ് ഓൾറെഡി 5th ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 5.5 എന്താണ് റീഡിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ്ഡ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റായിട്ട് സൈലൻ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോക്കസ്ഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. അപ്പം നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന് അതിനെ കേന്ദ്രീകരിച്ച് വായിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഫോക്കസ് ചെയ്ത് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നിങ്ങൾ ചാപ്റ്റർ 5 റീഡിംഗ് ടെക്നിക്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കുക. വീഡിയോയുടെ ലിങ്ക് നമ്മളെല്ലാം ഓൾറെഡി ഡിസ്കഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ അതാണ് ഫോക്കസ്ഡ് റീഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിമ്പോസിയാണ്. സിമ്പോസിയം എന്താണെന്ന് ഓൾറെഡി പഠിച്ചു. എക്സ്പെർട്ടായിട്ടുള്ള കുറച്ച് പേര് ചേർന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 1 ഡേ സിംഗിൾ ഡേ ആയിട്ട് ഒരു പ്രോഗ്രാമാണ് സിമ്പോസിയം എന്ന് പറയുന്നത്. എക്സ്പെർട്ടേഴ്സ് ആയിട്ടുള്ള പേഴ്സൺസ് അവർ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ പറ്റിയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പോസിയം എന്ന് പറയുന്നത്. ചാപ്റ്റർ 5 പേജ് നമ്പർ 5.13 എന്താണ് സിമ്പോസിയം എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നാണ്. നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്ന് അറിയാം. നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, എന്തെങ്കിലും സർവീസിന് വേണ്ടിയാണ് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എക്സാമ്പിൾ ഹോസ്പിറ്റൽസ്, ഓൾഡ് ഏജ് ഹോം, ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷന് എക്സാമ്പിളാണ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ട്രസ്റ്റ് എന്നുള്ളതാണ്. ട്രസ്റ്റ് എന്ന് പറയുമ്പം ട്രസ്റ്റും ട്രസ്റ്റിയും ഉണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി ഒരു ട്രസ്റ്റി ഏറ്റെടുത്ത് ഒരാളുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ നോക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെ സൂക്ഷിച്ച് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ മറ്റൊരാൾക്ക് വേണ്ടി ബിസിനസ്സൊക്കെ നടത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ചാപ്റ്റർ 1 പേജ് നമ്പർ 1.41 എന്താണ് ട്രസ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്.
ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പാർട്ട്ണർഷിപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്നും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നും. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ദ പാർട്ട്ണർഷിപ്പ് ഇൻ വിച്ച് ദ ലൈബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ് ആൻഡ് റിമൈനിങ് പാർട്ട്നേഴ്സ് ആർ ലിമിറ്റഡ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണറിനെങ്കിലും ലൈബിലിറ്റി അൺലിമിറ്റഡും ബാക്കി പാർട്ട്നേഴ്സിൻ്റെയൊക്കെ ലൈബിലിറ്റി ലിമിറ്റഡും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് പേജ് നമ്പർ 1.36 എന്താണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി? എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഈസ് എ കമ്പനി ഇൻ വിച്ച് എ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് അപ് ടു ദ എമൗണ്ട് ഗ്യാരൻറ്റീഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഈ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ഗ്യാരൻറ്റി ചെയ്തത് വരെ എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി എന്ന് പറയുന്നത്. എന്താണ് മീനിങ് എന്നുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതും പേജ് നമ്പർ 1.50 വാട്ട് ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റി എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് പബ്ലിക് കമ്പനി എന്നുള്ളതാണ്. പബ്ലിക് കമ്പനി എന്താണെന്നറിയാലോ? എന്താണ്? മിനിമം 7 പേഴ്സൺസും മാക്സിമം ലിമിറ്റും ഇല്ല. അങ്ങനെ കുറച്ച് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് ഇൻഡിവിജ്വൽസ് ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയെ നമുക്ക് എന്തെന്ന് പറയാം? പബ്ലിക് കമ്പനി എന്ന് പറയാം. നമ്മൾ പബ്ലിക് കമ്പനി എന്താണെന്നും പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിൽ 1.50 എന്ന പേജിൽ എന്താണ് പബ്ലിക് കമ്പനി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്രൈമറി സെക്ടർ എന്നുള്ളതാണ്. പ്രൈമറി സെക്ടർ എന്താണ്? നമ്മുടെ അഗ്രികൾച്ചറൊക്കെ കാര്യങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സെക്ടേഴ്സ് എന്ന് പറഞ്ഞ് പ്രൈമറി സെക്ടേഴ്സിലാണ്. അപ്പോൾ ചാപ്റ്റർ 2 ആദ്യ പേജിൽ തന്നെ എന്താണ് പ്രൈമറി സെക്ടർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി? ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു എന്താണ് സർവീസ് ഇൻഡസ്ട്രിയുടെ ഒരു ബ്രോഡ് കാറ്റഗറിയാണ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ലോഡ്ജിങ്, ഫുഡ്, ഡ്രിങ്ക് സർവീസസ്, ഈവൻറ്റ് പ്ലാനിങ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹോട്ടൽസിൽ നിന്ന് റെസ്റ്റോറൻറ്റ്, ബാറ്, ഇതൊക്കെ എന്തിനാണ്? ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ലിബറലൈസേഷൻ ആണ്. 3rd ചാപ്റ്ററിനകത്ത് നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി പഠിക്കുന്നുണ്ട്. അതിനകത്ത് LPG പഠിക്കുന്നുണ്ട്. അതിൽ ലിബറലൈസേഷൻ എന്താണെന്നുള്ളതാണ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയെ ലിബറലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പേജ് നമ്പർ 3.39 ന്യൂ എക്കണോമിക് പോളിസിയിൽ ലിബറലൈസേഷൻ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ്. എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ കാര്യം മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ കൂടെ ഒന്നും മീനിങ്ങും ഫീച്ചേഴ്സും എല്ലാം വാരി വലിച്ച് എഴുതണ്ട. എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ കാര്യം കൃത്യമായിട്ട് എഴുതുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ അന്നേരം എഴുതാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ സർവീസ് സെക്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ടൂറിസം, പിന്നെ ഹോസ്പിറ്റൽസ്, അങ്ങനെ ഹെൽത്ത് കെയർ, ഇങ്ങനെ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് എഴുതിയാൽ മതി ഇപ്പോൾ അറിയാത്തത്. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ ഫോക്കസ്ഡ് റീഡിങ്ങേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അത്ര നമുക്ക് പഠിക്കാനായിട്ട് കേട്ടിട്ടില്ല, എന്നാലും റീഡിങ് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് റീഡിംഗ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കറിയാമല്ലോ ഫോക്കസ്ഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റീഡിങ്ങിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ റീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോക്കസ്ഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ടെസ്റ്റിലുള്ളതാണ്. ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ചോദിച്ചിട്ടില്ല. എല്ലാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? 2 മാർക്ക് ക്വസ്റ്റ്യനിൽ എഴുതണം. അതായത് അര പേജ്, ഒരു പേപ്പറിൻ്റെ പകുതി എന്ത് ചെയ്യാം? ഒരു പേപ്പറിൻ്റെ അല്ല, ഒരു പേജിൻ്റെ പകുതി നിങ്ങൾക്ക് 2 മാർക്കിന് എഴുതാം. അത്രയെങ്കിലും എഴുതണം. ഒരുപാട് കൂടുതൽ എഴുതരുത്. കൂടുതൽ എഴുതിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യനൊക്കെ എഴുതാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അത് നിങ്ങൾ ഒരു സെം എക്സാം എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവൂ.
ഇപ്പോൾ പറഞ്ഞാലും അത്ര നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം എഴുതി വരുമ്പോൾ എത്രത്തോളം എഴുതാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ മോഡൽ എക്സാം ഒന്നും ഈ പാറ്റേണിലായിരിക്കത്തില്ല നടക്കുന്നത്. 50 മാർക്കിനോ 20 മാർക്കിനോ ഒക്കെ ടെസ്റ്റ് പേപ്പറായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതുന്നതിൻ്റെ ആ പ്രോബ്ലം കാണും, എഴുതാത്തതിൻ്റെ ആ പ്രോബ്ലം കാണും. എന്നാലും നിങ്ങൾ ആദ്യം ഒന്ന് മാക്സിമം ശ്രമിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് തന്നെ മാക്സിമം ഒന്ന് എക്സാം എഴുതി നോക്കുക. എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് മാക്സിമം അത്രയും ടൈം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതുക. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, പേജിൻ്റെ പാതി വരെ നിങ്ങൾക്ക് എഴുതാം. എന്തെങ്കിലും മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ആയിരിക്കും എഴുതുന്നത്. എല്ലാം ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഒരുപാട് പോയിൻ്റ് അറിയാമെങ്കിൽ, ഇപ്പോൾ 5-6 പോയിൻ്റ് എഴുതാൻ അറിയാമെങ്കിൽ ആ മീനിങ് എന്താണ്, അതുപോലെ തന്നെ ആ പോയിൻ്റ് എന്ത് ചെയ്താൽ ആദ്യം ഡിസ്കസ് ചെയ്താൽ മതി. ആ പോയിൻ്റ് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പം ഇതിൽ 8 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. 8 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 16 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, റൈറ്റ് അബൌട്ട് റീഡിംഗ് ടെക്നീക്സ് യൂസ്ഡ് ടു ഗാദർ ബിസിനസ് ഇൻഫർമേഷൻ. ബിസിനസ് ഇൻഫർമേഷനിൽ റീഡിംഗ് ടെക്നീക്സോട് ഏതൊക്കെ മെത്തേഡ്സ് ആണ്, ബിസിനസ് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഏതൊക്കെ ടെക്നിക്സ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് റീഡിംഗ് ടെക്നിക്സ് എന്നും അതുപോലെ തന്നെ റീഡിംഗ് ടെക്നിക്സിൻ്റെ എഫക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കിമ്മിങ്, സ്കാനിങ്, ഡീറ്റെയിൽഡ് റീഡിങ്, അങ്ങനെ 3 മെത്തേഡാണ് റീഡിംഗ് ടെക്നിക്സ്, ബിസിനസ് ഇൻഫർമേഷൻ കിട്ടാനുള്ള റീഡിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ടെക്നിക്സ് എന്താണെന്നറിയാം. സ്കിമ്മിങ്, സ്കാനിങ്, ഡീറ്റെയിൽഡ് റീഡിംഗ് എന്നുള്ളത് എഴുതാം. ഇനി നിങ്ങൾക്ക് അത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ ജസ്റ്റ് 1 ലൈനിൽ നിങ്ങൾക്ക് സ്കിമ്മിങ് എന്താണെന്നും സ്കാനിങ് എന്താണെന്നും ഡീറ്റെയിൽഡ് റീഡിംഗ് എന്താണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 5.5 കിടപ്പുണ്ട്, എന്താണ് റീഡിംഗ് ടെക്നിക്സ് എന്ന് ഉള്ളത്. നെക്സ്റ്റ് വൺ, സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു കൺസിഡർ സർട്ടൻ പോയിന്റ് വൈ അറ്റൻഡിങ് എ ലെക്ചർ ക്ലാസ്. വാട്ട് ആർ ദേ? എന്താണ്? സ്റ്റുഡൻസ് ഒരു ലെക്ചർ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ, അറ്റൻഡ് ചെയ്യുമ്പം അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റീഡിംഗ് ടെക്നിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ലെക്ചർ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ലെക്ചർ മെത്തേഡിൽ എന്തെങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് 11 റൂൾസ് ഫോർ ലേണിംഗ് ടു ലിസൺ, എങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടത്, അതിന് ഒരു 11 റൂൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂൾസാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ 11 റൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാം. 11 അറിയില്ല എങ്കിൽ കുറച്ച് റൂൾസ് എഴുതിയാൽ മതി. 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരുന്നു റൂൾസ്? എന്താണ്? നമ്മൾ സംസാരം കുറയ്ക്കുക, എന്താണ് നമ്മൾ ചെവി കൊണ്ട് കൂടുതൽ കേൾക്കുക, എല്ലാ രീതിയിലും നമ്മൾ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കുക, ലിസൺ വിത്ത് ഐസ്, കണ്ണുകൾ കൊണ്ട് കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്ററപ്റ്റ് ചെയ്യരുത്, പിന്നെന്താണ് സൈഡ് ഡിസ്ട്രക്ഷനൊക്കെ ഒഴിവാക്കണം. അങ്ങനെ കുറച്ച് ടെക്നിക്സ് ലിസൺ ചെയ്യേണ്ട 11 റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 11 റൂൾസ് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. അത് പേജ് നമ്പർ 5.7 ആൻഡ് 5.8 ആ 11 റൂൾസ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് മിക്സ്ഡ് എക്കോണമി? മിക്സ്ഡ് എക്കോണമി എന്താണെന്നറിയാൻ നമുക്ക് ബോത്ത് ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ വരുന്നതിനെയാണ് നമ്മൾ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ മിക്സ്ഡ് എക്കോണമി എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് മിക്സ്ഡ് എക്കോണമി മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ മിക്സ്ഡ് എക്കോണമി എഴുതിയാൽ പാതി പേജ് വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സോ മിക്സ്ഡ് എക്കോണമി കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ മാർക്ക് ഫുൾ കിട്ടാനുള്ള സാധ്യതയാണ്, 2 മാർക്കും കിട്ടാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ മിക്സ്ഡ് എക്കോണമി അത്ര നന്നായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ 2 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിക്സ്ഡ് എക്കോണമി എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഒരു 3-4 പോയിൻറ്റ് ഫീച്ചേഴ്സ് കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ 2 മാർക്ക് കിട്ടാനുള്ളതാണ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്, പേജ് നമ്പർ 1.25 എന്താണ് മിക്സ്ഡ് എക്കോണമി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് MNC എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് MNC? വാട്ട് ആർ ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ്? അവിടെ MNC എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MNC എന്താണ്? മൾട്ടിനാഷണൽ കമ്പനീസ് എന്നാണ് MNC എന്ന് പറയുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ്. MNC എന്താണെന്ന് പറയുന്നത്, ഒരു കൺട്രിയിലായിരിക്കും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പക്ഷേ പല രാജ്യങ്ങളിലും അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പല രാജ്യങ്ങളും ബിസിനസ് നടത്തുകയും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ? അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സും എഴുതാവുന്നതാണ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എഴുതാവുന്നതാണ്. മെയിൻ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്.
എന്തൊക്കെയാണ്? ഹ്യൂജ് ക്യാപിറ്റൽ വേണം, അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻ, മാർക്കറ്റ് സ്ട്രാറ്റജീസ്, എക്സ്പാൻഷൻ, സെൻട്രലൈസ്ഡ് കൺട്രോള്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിനുണ്ട്. ആ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ജോയിൻറ്റ് വെഞ്ചർ? അതും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്. എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ളത്? അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണ്, അതിൻ്റെ കൂടെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പേജ് നമ്പർ 1.51 ജോയിൻറ്റ് വെഞ്ചർ പറഞ്ഞിട്ടുണ്ട്. 2 അതിലധികമോ പേഴ്സൺസ്, ബിസിനസ് ഓർഗനൈസേഷൻ ചേർന്ന് ഒരു കോമൺ പർപ്പസിനും മ്യൂച്വൽ ബെനിഫിറ്റ്സിനും വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ജോയിൻറ്റ് വെഞ്ചറിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഒരുപാട് റിസോഴ്സസും ക്യാപിറ്റലും കിട്ടും, ആക്സസ് ടു ന്യൂ മാർക്കറ്റ്, ആക്സസ് ടു ടെക്നോളജി, ഇന്നവേഷൻ, ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എക്സ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിംസ്, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ജോയിൻറ്റ് വെഞ്ചറിനുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണ് എഴുതുക, ഫോളോവിങ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന പോയിന്റുകൾ എഴുതിയാൽ മതി. എക്സ്പ്ലനേഷൻ വേണമെന്നില്ല, പോയിന്റുകൾ എഴുതിയാൽ മതി. അപ്പോൾ 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇത് പേജ് നമ്പർ 1.51 ആൻഡ് 52 ജോയിൻറ്റ് വെഞ്ചറും അതിൻ്റെ അഡ്വാൻറ്റേജസും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. എന്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്? നമുക്കറിയാം പലതരത്തിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, HUF എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് HUF എന്താണെന്നും അതേപോലെ തന്നെ HUFൻ്റെ ബെനിഫിറ്റ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. HUF എന്താണെന്നറിയാലോ? ഒരു കർത്ത എന്നൊരു പേഴ്സൺ ആയിരിക്കും അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തായിരിക്കും? അവർക്കും അൺലിമിറ്റഡ് ലൈബിലിറ്റി ഒക്കെ തന്നെയാണ്. ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളതുകൊണ്ട് കർത്തയുടെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, ബാക്കിയുള്ളവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ അവിടെ ചോദിച്ചിരിക്കുന്നത് അവരുടെ ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് ഓർ മെറിറ്റ്സ് എന്നാണ്. അത് ഒരുപാട് എന്തുണ്ട്? ബെനിഫിറ്റ്സ് ഉണ്ട്. കണ്ടിന്യൂറ്റി ഉണ്ട്, ബിസിനസ്സിന് കണ്ടിന്യൂറ്റി ഉണ്ട്, ലിമിറ്റഡ് ലൈബിലിറ്റി ആണ്, അതുപോലെ തന്നെ എക്കണോമിക്സ് സെക്യൂരിറ്റിയും സ്റ്റാറ്റസും ഉണ്ടാവും, മെയിൻ്റനൻസ്, ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും, ഫോം ചെയ്യാൻ എളുപ്പമായിരിക്കും, അങ്ങനെ ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. ഇത് പേജ് നമ്പർ 1.42 അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ 4.3 ആൻഡ് 4.1 അതിൻ്റെ 4.4 അതിൻ്റെ മെറിറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീമെറിറ്റ്സ് കൂടെ നോക്കി വെക്കുക. കാരണം ഒരു വർഷം മെറിറ്റ്സ് ചോദിച്ചാൽ അടുത്ത വർഷം എന്ത് ചോദിക്കാം? ഡീമെറിറ്റ്സ് ചോദിക്കാം. അപ്പോൾ ആ പോയിന്റുകൾ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. മറ്റൊരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ പേഴ്സൺ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണെന്ന് എഴുതണം, എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാവൂ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നായത് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് എന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും എഴുതാം, അല്ലെങ്കിൽ 3-4 പോയിന്റുകൾ എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് 1 ലൈനിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പോയിന്റുകൾ അറിയാമെങ്കിൽ നിങ്ങൾ പോയിന്റുകൾ എഴുതിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ ഒരു യുക്തി കൂടി അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുമല്ലോ ഇതെനിക്ക് 2 മാർക്കുണ്ടോ എന്നൊക്കെ. ജസ്റ്റ് ഹാഫ് പേജ് ഉണ്ടെങ്കിൽ അത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനായി. അതിലൊരു കണ്ടൻറ്റും വേണം, വെറുതെ ഹാഫ് പേജ് ആക്കിയിട്ട് കാര്യമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി എമർജിങ് ഏരിയാസ് ഓഫ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൻ്റെ എമർജിങ് ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എമർജിങ് ഏരിയാസ് ഓഫ് സർവീസ് സെക്ടർ ഏതൊക്കെയാണെന്ന് 6 എമർജിങ് ഏരിയാസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ടൂറിസം, ഇൻഫർമേഷൻ ടെക്നോളജി, ഹെൽത്ത് കെയർ, BPO ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, KPO നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ 1 ലൈൻ വെച്ച് എഴുതാം ഓരോന്നും ഏതാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സർവീസ് സെക്ടറിനെ കുറിച്ച് എഴുതിയിട്ട് ഈ പോയിന്റുകൾ എഴുതിയിട്ടാലും മതി. നെക്സ്റ്റ് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ന്യൂ എക്കണോമിക് പോളിസി ഓൾറെഡി ലിബറലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ഗ്ലോബലൈസേഷൻ്റെ മെറിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഗ്ലോബലൈസേഷൻ എന്താണെന്ന് എഴുതാം. അതിനുശേഷം ഗ്ലോബലൈസേഷൻ്റെ മെറിറ്റ്സ് എഴുതാം. ഗ്ലോബലൈസേഷൻ്റെ മെറിറ്റ്സും നിങ്ങൾക്ക് പോയിന്റ് വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളൊക്കെ എഴുതാം. 5-6 പോയിന്റുകൾ വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷനെ കുറിച്ച് നോക്കുന്നത്.
പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണെന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് നമ്മൾ 4th ചാപ്റ്ററിലാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പേഴ്സൻ്റെ മൊത്തത്തിലുള്ള വർക്ക് ചെയ്യുന്ന ഏരിയയിലുള്ള ക്വാളിറ്റി, അതായത് എല്ലാ ഫാക്ടേഴ്സും, വർക്ക് എങ്ങനെയാണ്, മൈൻഡ് എങ്ങനെയാണ്, ബോഡി ഓഫ് എംപ്ലോയി എങ്ങനെയാണ്, മൊത്തത്തിലുള്ള ഒരാളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എൻവയോൺമെൻറ്റ്, നേച്ചർ ഓഫ് ജോബ്, ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഓവറോൾ ഡെവലപ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഒരാളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ മെഷർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പേജ് നമ്പർ 4.12 ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് വാട്ട് ഈസ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് സൊസൈറ്റി. എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോട് ഉള്ളതെന്നുള്ളത്. അപ്പം അത് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും ഓരോ വ്യക്തികളോടും എങ്ങനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്നും, അപ്പം എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിനോട് ബിസിനസ്സിന് എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്, വർക്കേഴ്സിന് എന്താണ്, കൺസ്യൂമേഴ്സിന് എന്താണ്, ലാസ്റ്റ് ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റിയോട് എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളതെന്നാണ്. അതിൽ കമ്മ്യൂണിറ്റിയോട് തന്നെ ഉള്ളതാണ് സർവീസ് എന്നും പറയുന്നത്. ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിറ്റിയോടും ഉള്ളത് തന്നെയാണ് സൊസൈറ്റിയോടും ഉള്ളത്. അപ്പോൾ ഒരുപാട് എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിയുണ്ട്, എന്തൊക്കെയാണ് കൺട്രിയുടെ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു സൊസൈറ്റിയോട് ബിസിനസ്സിനുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പേജ് നമ്പർ 4.37 അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4.36 പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനോട് എങ്ങനെയുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ബിസിനസ്സിനുള്ളതെന്ന്. അപ്പോൾ ആ 4 പോയിൻറ്റുകളും 4 പേരോടുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക. 4 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്വാളിറ്റി സർക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി സർക്കിൾ എന്താണെന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ക്വാളിറ്റി സർക്കിൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷനിലുള്ള സെയിം ഓർ സിമിലർ വർക്ക് ഏരിയയിൽ ഉള്ളവരോ അല്ലെങ്കിൽ അവരെ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുകയും അവരുടെ പ്രോബ്ലംസ്, എന്തെങ്കിലും ക്വാളിറ്റി പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് ടേക്കൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്, ഇങ്ങനെ പല രീതിയിൽ ക്വാളിറ്റി ഓഫ് സർക്കിളിൻ്റെ ഒരു ഇത് പോകുന്നുണ്ട്, സർക്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പേഴ്സൺസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സിമിലർ ഗ്രൂപ്പിൽ വരുന്ന എംപ്ലോയീസ് എല്ലാം കൂടി ചേരുകയും അവരവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാളിറ്റി സർക്കിൾ എന്താണെന്ന് എഴുതിയിട്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾ പോയിൻ്റ് എഴുതിയിടാം. അപ്പോൾ ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ 8 ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ 16 ക്വസ്റ്റ്യനാണ് തരുന്നത്, അതിൽ നിന്നാണ് 8 ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ ആ 16 ക്വസ്റ്റ്യനിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ എഴുതുക. എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓർഡറിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ 11, 12, 13 ഇങ്ങനെ എഴുതണമെന്ന് ഒരു നിർബന്ധവും. നിങ്ങൾക്കിതിൽ ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത്, ഏറ്റവും നന്നായി എഴുതാൻ പറ്റുന്ന ഏതാണോ അത് നിങ്ങൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാക്സിമം എല്ലാവരും 1 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് പോവുക. ചിലവരൊക്കെ എസ്സേ ആദ്യം എഴുതും. അതൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതിയാൽ ഓക്കെ ആവും എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ ആദ്യം തൊട്ട് 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ പോകുന്നത് തന്നെയായിരിക്കും ബെറ്റർ. പിന്നീട് നിങ്ങൾ ടൈം മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വസ്റ്റ്യൻസ് ഏത് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉൾപ്പെടുത്തുന്നുള്ളൂ, കാരണം വീഡിയോ ലെന്ത് കൂടിപ്പോവും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. ഇനി തോന്നും ജൂണിലല്ലേ എക്സാം എന്നൊക്കെ, ഒരുപാട് ടൈം ഉണ്ടല്ലോ എന്ന്. ടൈമൊന്നുമില്ല. ഒരു ടെസ്റ്റ് പഠിക്കാനൊക്കെ 5 ഡേ വെച്ചോളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ടെസ്റ്റ് പഠിക്കാനൊക്കെ, ഒരു സബ്ജക്റ്റ് പഠിക്കാൻ 5 ഡേ ഉള്ളൂ. ഒരു സബ്ജക്റ്റിനകത്ത് തന്നെ 5 ചാപ്റ്റർ വീതമുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ 1 ഡേ ഒക്കെ ഉള്ളൂ. അപ്പം അധികം ദിവസങ്ങളില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബാക്കി ഇനിയുള്ളത് 4 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.